പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് വേടനെ അറസ്റ്റ് ചെയ്യുന്നു, വേടന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത വരുന്നു. ഇന്നലെ അത് മറ്റാരൊക്കെയായിരുന്നു, സിനിമാ മേഖലയിലും മറ്റ് കലാരംഗത്തുള്ളവരും ഒക്കെ കഞ്ചാവ് പിടിക്കുന്നതായിട്ട്, അവരിൽ നിന്നൊക്കെ കഞ്ചാവ് പിടിച്ച് അറസ്റ്റ് ചെയ്ത് കേസെടുക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ, ഇത് ശുദ്ധ പറ്റിക്കലാണ്, ഇത് തട്ടിപ്പാണ്, ഉഡായിപ്പാണ്. കേരളത്തില് ഈ ലഹരി വേട്ട നിർബാധം നടക്കുന്നു, ലഹരി ഉപയോഗം തടയാൻ ശ്രമിക്കുന്നു, ലഹരി കടത്തുകാരെ മുഴുവൻ പിടിക്കുന്നു എന്ന് തോന്നിക്കാൻ വേണ്ടി ദിവസവും നൂറ് വാർത്തകൾ വരാൻ വേണ്ടി നടത്തുന്ന ഭരണകൂടം നേരിട്ട് നടത്തുന്ന പക്ക നാടകം മാത്രമാണ് ഈ വേടന്റെ അറസ്റ്റ് അടക്കമെന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇത് വളരെ വ്യക്തമായി ഞാൻ പറയാൻ കാരണം ഈ വീഡിയോ ആണ്. ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. കേരളത്തിലെ ഇന്നത്തെ സിനിമാക്കാരായിക്കോട്ടെ, കവികളായിക്കോട്ടെ, മറ്റ് കലാകാരന്മാരായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, 90% ആൾക്കാരെ, എല്ലാ കലാകാരന്മാരെ, ഈ പ്രശസ്തരായിട്ടുള്ള എല്ലാവരുമായിട്ടുള്ള ആരെ പിടിച്ചു കഴിഞ്ഞാലും അവരിന്നൊരു 5 ഗ്രാം കഞ്ചാവ് കിട്ടും. പക്ഷെ ആ 5 ഗ്രാമേ കിട്ടുള്ളൂ. പരമാവധി ഒരു 5, 6, 7, 10 ഗ്രാം കഞ്ചാവ് മാത്രമേ കിട്ടുള്ളൂ. 1 കിലോ കഞ്ചാവ് ഉണ്ടെങ്കിൽ ഇവരുടെ പിണ്ണാക്കം നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ഇവിടുത്തെ പോലീസുകാർക്കും അറിയാം. എന്നിട്ട് ഇപ്പൊ വേടനെ അറസ്റ്റ് ചെയ്തു, 7 ഗ്രാം കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ വാർത്ത, ഈ ചാനൽ വാർത്ത അങ്ങോട്ട് അടിച്ചു വിടുന്നുണ്ട്. ഏത് കലാകാരന്റെ കയ്യിലാണ് കഞ്ചാവില്ലാത്ത? ഒന്ന് പറയും. ഒരു 10% ആൾക്കാർ, റെഡീംഡ് പേഴ്സൺ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, അവർ ആർട്ടിസ്റ്റുകളല്ല, അവർ ഒന്നുകിൽ പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഭാഗമായിരിക്കും. മമ്മൂട്ടിയൊക്കെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുപോലെ മറ്റ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള വിരലിൽ ഉണ്ടാവുന്ന ഏതാനും ചിലർ, അവരൊഴികെ ബാക്കി മുഴുവൻ ആൾക്കാരും ഇൻഡിവിജ്വലിസ്റ്റുകളായിരിക്കും. ഒരു സംശയം വേണ്ട കാര്യത്തില്. അവരൊക്കെ നോർമൽ ഗതിയിൽ കഞ്ചാവ് അവർ ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കും. അതില്ലെങ്കിൽ അവരില്ല. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ ലഹരി അവരിലുണ്ടാവും. ആരെ പിടിച്ചാലും ഒരു 5 ഗ്രാം ഉണ്ടാവും. ആ 5 ഗ്രാം കഞ്ചാവ് പിടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ലഹരി വേട്ടക്കാരാണെന്ന് പ്രഘോഷിച്ചിട്ട് ആരെ ബോധിപ്പിക്കാനായത്? അതിനപ്പുറത്തെ കച്ചവടം നടക്കുന്നുണ്ട്. ഈ കലാകാരന്മാരെ അങ്ങോട്ട് വിട്ടേക്കണം. അവരുടെ ലഹരി ഉപയോഗം എന്ന് പറഞ്ഞാൽ കഞ്ചാവ് മേല, അതൊരു 5 ഗ്രാം കഞ്ചാവിൽ നിൽക്കും. ലഹരി പിടിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവരെ കലാകാരന്മാരെ പിന്നാലല്ല പോകേണ്ടത്. വേടന്റെയും അതേപോലെ മറ്റേ ആഷിഖിന്റെയും അതുപോലെ കുറെ എണ്ണത്തിന് ഇപ്പൊ പിടിച്ചല്ലോ, അവരും എന്നും കൂടെ അല്ല പോകേണ്ടത്. അപ്പുറത്ത് ലഹരി മാഫിയകൾ, MDMA പോലെയുള്ള വലിയ കച്ചവടം നടത്തുന്ന, കിലോ കണക്കിന് കച്ചവടം ചെയ്യുന്ന, കോടികൾ കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്. അവരെ പിന്നാലെ പോകണം. അവരെ വാർത്ത കൊടുക്കാതെ, അവരെ പിടിക്കാതെ ഈ 4 നാടകക്കാരുടെയും 4 സിനിമാക്കാരുടെയും പിന്നാലെ പോയി ഈ 2 ഗ്രാം കഞ്ചാവ് പിടിച്ചിട്ടിട്ട് ബാക്കിയുള്ളത് മുഴുവൻ മറയ്ക്കാനുള്ള നാടകമാണെന്ന് ആർക്കത് മനസ്സിലാക്കാത്തത്? എനിക്കിത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്. കലാകാരന്മാരുടെ അടിസ്ഥാന സ്വഭാവമാണ് കഞ്ചാവ് എന്ന് പറയുന്നത്. ലഹരി. ബീഡിയെ വലിക്കുള്ളൂ, സിഗരറ്റ് വലിക്കണമെന്നില്ല. ഒന്നുകിൽ ബീഡി. ഞാൻ ഇന്നലെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു, കവി അയ്യപ്പനെ കുറിച്ച്. അയ്യപ്പൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് വളരെ കൃത്യമായ ആൻസർ ഈ വീഡിയോയിലുണ്ട്. ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലുള്ള വീഡിയോ പോയി കണ്ടാൽ മതി. അത് ഇവിടെ നിന്നല്ല, ലോകത്തുള്ള എവിടെയായാലും അതുണ്ട്. അതുകൊണ്ടാണ് മിക്ക രാജ്യങ്ങളും കഞ്ചാവ് ലീഗലാക്കി കൊടുക്കുന്നത് ഉപയോഗിക്കാൻ. ഈ പറയുന്ന സിനിമാ നടന്മാരോ മറ്റുള്ളവരോ കഞ്ചാവാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പരമാവധി ഒരു 5 ഗ്രാം അല്ലെങ്കിൽ 10 ഗ്രാം, 5 to 10 ഗ്രാമത്തിന്റെ ഉള്ളിൽ മാത്രമേ അവരുടെ കയ്യിലുണ്ടാവുള്ളൂ. ആ അളവില് പോലീസ് കേസെടുത്ത് ചാർജ് ചെയ്ത് കോടതിയിലെത്താൻ എന്ത് തേങ്ങ സംഭവിക്കുന്ന പറയണേ? എത്ര രൂപ ഫൈൻ കിട്ടും? ഒരു ദിവസത്തെ ജയിൽ ശിക്ഷ അവർക്ക് കിട്ടുമോ? ഇല്ലല്ലോ. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കണ്ടേ? വേണം. അപ്പൊ ഇത്രയൊക്കെ ആയിട്ടും എന്തിനാണ് ഇങ്ങനെ പ്രഘോഷണം നടത്തിയിട്ട് ഈ കലാകാരന്മാരെ പിന്നാലെ പോണത്? ഇവിടെ MDMA വിതരണം നടത്തുന്നവരുണ്ട്. വലിയ മാരകമായിട്ട് സ്കൂൾ കുട്ടികളുടെ മേലെ, അതല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളുടെ മേലെ, ഇവിടുത്തെ സമൂഹത്തിന്റെ മേലെ, ഇവിടുത്തെ യുവാക്കളുടെ മേലെ ഈ ലഹരി വിതച്ചുകൊണ്ട് ഈ സമൂഹത്തെ മലീമസമാക്കുന്ന വലിയൊരു വിഭാഗത്തുണ്ട്. അവരെ പിന്നാലെ എന്താ ഈ പോലീസും ഈ ഭരണകൂടം പോകാത്തത്? അവരെയല്ലേ പിടിക്കേണ്ടത്? അവരല്ലേ ഇവിടെ ഏറ്റവും വലിയ സാമൂഹ്യ തിന്മ നടത്തുന്നത്? ഈ കേരളത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്നത് ഏറ്റവും വലിയ ദേശദ്രോഹികൾ അവരല്ലേ പിടിക്കേണ്ടത്? ഈ കലാകാരന്മാരെയാണോ? കലാകാരന്മാരെ ഞാൻ പറയുന്നു, അടിവരയിട്ട് പറയുന്നു, മാക്സിമം ഒരു 5 ഗ്രാം കഞ്ചാവ്, അല്ലെങ്കിൽ ഒരു 10 ഗ്രാം കഞ്ചാവ്, അതിനപ്പുറത്തേക്ക് അവർ പോകില്ല. അവരാരെയും കച്ചവടം നടത്താനും പോകില്ല. അവരൊന്നും ചെയ്യില്ല. കാരണം അവർ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ന്യായീകരിക്കുന്നതല്ല, അത് പണ്ട് മുതലേ ഉള്ള കാര്യമാണ്. നിങ്ങൾ ഏത് കാലത്തെ കല എടുത്തു നോക്ക്. അവിടെ മുതൽ എന്തെങ്കിലുമൊക്കെ വലിച്ച് കുറ്റിബീടിയും കട്ടൻ ചായയും കഞ്ചാവും ഒക്കെയാണ് അവരുടെ ഒരു ആശ്രയം എന്ന് പറയുന്നത്. കള്ളു കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോക്കലായിരിക്കും അവർ കഴിക്കുക. അല്ലാതെ അവരാരും മാജിക് മൊമെന്റും കഴിച്ചുകൊണ്ട് കുത്തിയിരിക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ സിനിമാക്കാരന്മാരുടെ മുന്നാലെ പോകുന്നത്, അവരെ പിന്നാലെ ഇങ്ങനെ കേസ് പിടിക്കാനായിട്ട് പോകുന്ന സത്യത്തിൽ ബാക്കിയുള്ളവരെ രക്ഷിക്കാനാണെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ ലഹരി മാഫിയയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് വിളിച്ചു പറയണമല്ലോ, അറിയാവുന്ന ഒരുത്തം വിളിച്ചു പറയണ്ടേ. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി എന്താണ് ഇതിന്റെ തിക്തഫലം വരുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരുപാട് പേരുണ്ട് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ തിന്മയായിട്ട് കുടുംബത്തെ നശിപ്പിക്കുന്നവർ, കുടുംബത്തെ കയറി വെട്ടിക്കൊല്ലുന്നവർ, മാതാപിതാക്കളെ കൊല്ലുന്നവർ, ഭാര്യയെ കൊല്ലുന്നവർ, സുഹൃത്തുക്കളെ കൊല്ലുന്നവർ. എത്ര കേസുകളായി അടുത്ത് വന്നത്?
അതിനൊക്കെ കാരണം ഏതെങ്കിലും കലാകാരനുണ്ടോ അതിൽ പ്രതിസ്ഥാനത്ത്? ഒരൊറ്റ കലാകാരനും അത്തരത്തിലുള്ള കേസുകൾ പ്രതിസ്ഥാനത്ത് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാം. കലാകാരനും ഉണ്ടാകുന്നത് ഒരു 5 ഗ്രാം കഞ്ചാവ് ഉപയോഗിക്കുന്നില്ല, സ്വന്തം വീട് തീർത്ത് വലിക്കുന്നതിലേ ഉണ്ടാവുള്ളൂ. അവൻ അങ്ങാടിയിലിടുന്ന കച്ചറ ഉണ്ടാക്കൂല, അവൻ മറ്റാർക്കും അത് വിൽക്കാൻ നടക്കൂല, ഒന്നും നടക്കൂല, ഒരു പൊതുശല്യമില്ല. കുപ്പി കള്ളു വാങ്ങിയിട്ട് എവിടെയെങ്കിലും ചെന്നിരുന്ന് കുടിച്ചിട്ട് അവിടെ കിടന്നോളൂ എന്ന് പറയുന്നത് പോലെയാണ്. അതിലപ്പുറത്തേക്ക് ഒരു ദ്രോഹവുമില്ല. അതുകൊണ്ട് സിനിമാക്കാരുടെ പിന്നാലെ അല്ല ഇവിടെ ലഹരി കടത്ത് തടയാനും അതുപോലെ ലഹരിക്കെതിരെയുള്ള സമരം കൊണ്ട് പോകേണ്ടത്. നാടകക്കാരുടെ പിന്നെയല്ല, കലാകാരന്മാരുടെ പിന്നാലെയല്ല പോകേണ്ടത്, മറ്റു വിഭാഗത്തിന്റെയാണ്. ഇവിടെ മൊത്ത കച്ചവടം നടത്തുന്നവർ, ഈ സമൂഹത്തെ മലീമസമാക്കുന്നവരെ മറച്ചു പിടിക്കാൻ വേണ്ടി കലാകാരന്മാരുടെ പിന്നാലെ പോകുന്നത് നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരെ വെറുതെ വിടുക. അവർ പരമാവധി ഉപയോഗിച്ചാൽ 5 ഗ്രാം കഞ്ചാവ് ഒരു സിഗരറ്റ് വീഡിയോ വലിക്കുമായിരിക്കും, അത് ചെയ്യുള്ളൂ. അവർ ആർക്കും വിൽക്കാനും പോകുന്നില്ല, സമൂഹത്തെ നശിപ്പിക്കാനും പോകുന്നില്ല. അവർ സിനിമയിലൊന്നും അത് ഉപയോഗിക്കുന്ന ആരും കാണുന്നുമില്ല. അവർ ഇൻഡിവിജ്വലായിട്ട് ഉപയോഗിക്കുന്നു, അവർ കിടന്നുറങ്ങുന്നു, അതവിടെ കിടന്നോട്ടെ എന്ന് വെക്കുക. ഇവിടെ അതിലും വലിയ സംഭവം നടക്കുന്നുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ സമൂഹത്തെ മലീമസമാക്കുന്ന വലിയ ഇടപാടുകൾ നടത്തുമ്പോൾ ചുരുങ്ങിയ നേരം കൊണ്ട് പണക്കാരനാകുമ്പോൾ നമുക്ക് ചിന്തിക്കാമല്ലോ. ഇവിടെ കേവലം ഒരു CD കട നടത്തിയിരുന്നവൻ വമ്പൻ വീട് വെച്ചത് കണ്ടു, അതുപോലെ ഒരു മുറുക്കാൻ കട നടത്തിയിരുന്നവൻ അപ്പുറത്ത് ഫ്ലാറ്റ് ഉണ്ടാക്കുന്നത് കണ്ടു. ഇത്തരത്തിലുള്ള കച്ചവടം നടക്കുന്ന ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. നമ്മൾ ഇറങ്ങി നോക്കിയാൽ മതി, നമ്മുടെ നാട്ടുകാർ ഇറങ്ങി നോക്കിയാൽ മതി. പ്രാദേശികമായിട്ട് ഒരു പണിയില്ല, നിൽക്കാത്തവൻ അപ്പുറത്ത് വലിയ വീട് വെക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം അതിന്റെ പിന്നിൽ എന്തോ ഒരു സോഴ്സ് ഉണ്ട്. എന്താണെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണെന്ന്. ഈ നാട് മുഴുവൻ നശിപ്പിച്ചിട്ട്, സമൂഹത്തെ മുഴുവൻ നശിപ്പിച്ചിട്ട് ആ മയക്കുമരുന്ന് കച്ചവടത്തോടെ MDMA പോലുള്ള വലിയ മയക്കുമരുന്ന് കച്ചവടത്തോടെ കാശുണ്ടാക്കുക ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ വിൽക്കുന്നതിലോ വാങ്ങുന്നതിലോ ഒന്നും കലാകാരൻ ഉണ്ടാവൂല. അപ്പോൾ അത്തരത്തിൽ കലാകാരൻ ഉണ്ടാകാതിരിക്കെ ഇവിടെ മീഡിയകളിൽ വാർത്തയാക്കി ഇവിടെ വേടനടക്കമുള്ള മുഴുവൻ ആൾക്കാരെയും, വേടൻ നേരത്തെ പറഞ്ഞ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള മുഴുവൻ ആൾക്കാർ ഇവിടുന്ന് ഉപയോഗിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരൊന്നും വാങ്ങി എവിടെയെങ്കിലും കൊണ്ട് വിൽക്കാനൊന്നും പോകുന്നില്ല, സമൂഹത്തെ നശിപ്പിക്കുന്നൊന്നുമില്ല, സ്വയം നശിക്കുകയുള്ളൂ പരമാവധി. അവർ നശിച്ചോട്ടെ എന്ന് വെച്ചാൽ മതി. അവർ നശിച്ചോട്ടെ, എന്താ പ്രശ്നം? അവർക്ക് കിട്ടുന്ന സോഴ്സ് നിങ്ങൾ നിർത്തൂ, അതിന് പറ്റുമോ? ഇല്ല. അപ്പോൾ വാങ്ങി ഉപയോഗിക്കുന്നവരെ അല്ല, വലിയ ഉപയോഗം നടത്തുന്ന ഹോൾസെയിൽ കച്ചവടക്കാർ ഇവിടെ ഉണ്ട്. അവരെയാണ് പിടിക്കേണ്ടത്, അവരെയാണ് പൂട്ടേണ്ടത്. അത് പേട്ട് 2 കിലോ കഞ്ചാവ് കൊണ്ടുവരുന്നവരല്ല, 2 കിലോ MDMA കൊണ്ടുവരുന്ന രാസലഹരി ഇവിടെ വിതയ്ക്കുന്ന വലിയ മാഫിയ ഇവിടെ ഉണ്ട്. അവരെയാണ് പൂട്ടേണ്ടത്. അവരെ പൂട്ടുന്നതിന് പകരം 4 സിനിമാക്കാരുടെ മുന്നാലെ പോയിട്ട് ഓരോ ഗ്രാം കഞ്ചാവ് അല്ലെങ്കിൽ ഒരു 10 ഗ്രാം കഞ്ചാവ് ഇട്ടിട്ട് ഞങ്ങൾ ദേ ലഹരി പിടിച്ചെന്ന് വാർത്ത ഉണ്ടാക്കുന്നത് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി എന്ന് തന്നെയാണ് പറയാനുള്ളത്. Different angles. Don't forget to subscribe and support this channel.